ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഹെയർ ബോയാണ്. ഹെയർ ബോയിൽ നമുക്ക് ഒരു ബട്ടർഫ്ലൈ, ഒരു ക്രഞ്ചിയിൽ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൻ്റെ അളവുകളൊക്കെ എഴുതി വെക്കാം. 11.5 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലും ആണ് ഞാൻ ഈ തുണി എടുക്കുന്നത്. അപ്പം നമ്മളുടെ സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുത്തിട്ട് ബാക്കി ബാലൻസുള്ള തുണി നമ്മൾ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു കോട്ടൺ തുണിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചുളുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നന്നായി അയൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണിക്കാനും ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അളവ് മനസ്സിലാവാനും വേണ്ടി മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിൻ്റെ മുകളിലായിട്ടാണ് മറ്റേത് വന്നിട്ടുള്ളത്. ഒരു 4 ഇഞ്ച് 4 ഇഞ്ച് കൂടുതൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നീളം ഒന്നുകൂടി എടുക്കാം. 11.5 ഇഞ്ചാണ് ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് മടക്കി എടുക്കണം. അപ്പോൾ 5.25 ഇഞ്ചാണ് കിട്ടുക. ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ട് 6.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് കറക്റ്റായിട്ട് മടക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. ഒരു സൈഡ് മാത്രം നമുക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. മറ്റേ സൈഡ് 1 ഇഞ്ച് കൂടുതൽ മടക്കി കൊടുക്കണം. അതിനാണ് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ കയറി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ രീതിയിൽ വേണം നമ്മൾ അത് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് നിൽക്കും. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് കയറ്റി വെച്ചില്ലേ, ആ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹെമ്മിങ് സൂചി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെമ്മിങ് സൂചി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കളറ് ഒരു നൂലിട്ടാൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇതിൻ്റെ സെയിം കളർ തന്നെ ഇടുക. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തുന്നിയെടുക്കാം. അടുപ്പിച്ച് തുന്നണമെന്നില്ല, ഒരു ഇത്തിരി വിട്ടിട്ട് നമുക്കിങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ, നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ നല്ല സന്തോഷം ആയിരിക്കും നമുക്ക്. മക്കളിത് വെച്ച് കാണുമ്പോഴും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയാന്ന് പറയുമ്പോൾ നമുക്കത് സന്തോഷമല്ലേ. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ബിസിനസ്സാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതേപോലെ കുറച്ച് നമ്മളെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തതിൻ്റെ ബാലൻസ് തുണികളും, അല്ലെങ്കിൽ ഈ നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല മോഡൽ തുണികളൊക്കെ കിട്ടും കേട്ടോ, നെറ്റിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയ ഇതുപോലെ വാങ്ങിച്ചിട്ട് ചെയ്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുത്താലും കാശാക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ പല മോഡലുകൾ നമുക്കുണ്ടാക്കി തൊട്ടടുത്തുള്ള കടകളിലൊക്കെ കൊടുത്ത് സെയിൽ ചെയ്തിട്ട് ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാം കേട്ടോ. അതിനു കൂടിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നന്നായി ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിൽക്കും. കണ്ടോ, എന്ത് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആ നോക്കി നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ വീഡിയോ കണ്ടിട്ട് സമയം കളഞ്ഞാൽ പോരാ, ട്രൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊരു ബിസിനസ് എന്ന മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് കെട്ട് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ച് നന്നായിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കാം. കണ്ടോ എന്ത് അടിപൊളിയായി. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ നമുക്ക് കിട്ടി. ഇപ്പോൾ കുട്ടികളുടെ എല്ലാവരുടെയും ഒരുവിധം ഹെയർ ബാൻഡിലൊക്കെ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നുണ്ടാവും. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണിയും കൂടി നമുക്ക് ക്രഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. 11.5 ഇഞ്ചിൽ തന്നെ ഞാൻ നീളം എടുത്തിട്ടുണ്ട്. വീതി 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിത് വരച്ചെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം.
ക്രഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ മുടിയിലൊക്കെ ഇടുന്നത് ക്രഞ്ചി ബുഷ് ബണ്ണ് എന്നൊക്കെ പറയും. അതേപോലത്തെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ്. അതിലേക്ക് ഈ ബട്ടർഫ്ലൈ ഫിറ്റ് ചെയ്യലാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് 2 ഇഞ്ച് മതി. അപ്പോൾ ഇത് 3 ഇഞ്ച് തുണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കൈവച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. സ്റ്റിച്ചിങ് മെഷീനുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതുപോലെ വൈറ്റ് നൂലിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇതിൽ ഇതിൻ്റെ സെയിം കളർ ഇട്ടാൽ കാണില്ല ആ സ്റ്റിച്ചിങ്. ഇത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെയിം കളർ ഇടാണ്ട് വൈറ്റ് കളർ ഇട്ടത് കേട്ടോ. നിങ്ങളും സെയിം കളർ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഈ ഹോളുള്ള ഭാഗത്ത് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ നമുക്കെടുത്ത് ഒരു ചുരിദാറിൻ്റെ പാൻറ്റിലൊക്കെ നമ്മൾ വള്ളി ഇടൂലേ, ആ ഒരു രീതിയിൽ നമ്മളത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അടിയിലേക്കും അടിഭാഗം മുകളിലേക്കും കവർ ചെയ്തെടുക്കാനാണ് കേട്ടോ. സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ മടക്കിയെടുക്കാനാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ച് കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ നമുക്കിങ്ങനെ എടുക്കാം. പിന്നെ മാറ്റി വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇതൊരു 3/4 ഇഞ്ച് വീതിയിലാണ് ഇത് നമുക്ക് ഈ തുണി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്കൊരു മാസ്കിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതിൻ്റെ പകുതിയാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും പീസ് മതി ഇതിൻ്റെ ഉള്ളിലിടാനുള്ള ഇലാസ്റ്റിക്. ഇതിലൊരു പിന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ കയറ്റുന്ന പോലെ തന്നെ ഇതിങ്ങനെ കയറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ കയറ്റിയെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നും അതിൻ്റെ അപ്പുറത്ത് 2 സൈഡിലും ഇതിൻ്റെ തുമ്പുണ്ടാവുമല്ലോ, അതൊന്ന് നമുക്ക് ഇതേപോലെ പിടിച്ച് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ആദ്യം ആ നൂല് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇനി നമുക്ക് കയ്യിലിട്ടിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യത് ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് വിരൽ വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലീറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ വരും. ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹെമ്മിങ് സൂചി വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിലേക്കായിട്ട് കാണാത്ത പോലെ, കാണുന്ന രീതിയിലില്ല, ഉള്ളിലേക്ക് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 4-5 സ്റ്റിച്ച് വേണം, എന്നാലേ ആ ഭാഗം നമുക്ക് ആ ഇലാസ്റ്റിക് കാണാതിരിക്കുള്ളൂ. ആ ഭാഗത്ത് തന്നെ, ആ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെ നമുക്ക് ആ ബട്ടർഫ്ലൈയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആ ബട്ടർഫ്ലൈ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ 2-3 പ്രാവശ്യം ഒന്ന് തുന്നിയെടുത്താൽ മതി. 2 സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളിയായ ഒരു ക്രഞ്ചി ബട്ടർഫ്ലൈ ബുഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഹെയർ ബോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വെക്കാമല്ലോ. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കല്ലോ ബട്ടർഫ്ലൈ ഒരു ചെറിയ ഫ്ലവറോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോം ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ 2 ഞാൻ ഇതുപോലെ ഇതിൻ്റെ ബാക്കിലൊരു കമ്പി വരുന്നുണ്ട്, അതുകൊണ്ട് ചുറ്റിയിട്ട് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കിട്ടും. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളെ കയ്യിൽ കുട്ടികളുടെ ഡ്രസ്സിൽ നിന്നൊക്കെ കടന്നു വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും, അതല്ലെങ്കിൽ കല്ലുണ്ടാവും. അത് ഇതേപോലെ നമുക്ക് അതിലേക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വെറുതെ ചുറ്റി മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടി സേഫായി നിൽക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്രഞ്ചി ബട്ടർഫ്ലൈ ബോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് പരീക്ഷിച്ചിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കച്ചവടമൊക്കെ ചെയ്യുക, ബിസിനസ് ചെയ്യുക, നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ കയ്യിലൊന്ന് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളെ മുടിക്ക് ഇത്ര വണ്ണമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്നാലും രണ്ടാക്കി ഒന്ന് ചുരുട്ടിയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഇതേപോലത്തെ ഒരു ക്രഞ്ചി ബട്ടർഫ്ലൈ ബോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക വീഡിയോ.